Good morning, students. So we were discussing about the applications of partial derivatives in optimization. ഇപ്പോൾ നമ്മൾ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ലോക്കൽ എക്സ്ട്രീം പോയിന്റ്സ് എന്താന്ന് കണ്ടു ആൻഡ് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷന്റെ ലോക്കൽ എക്സ്ട്രീംസ് കണ്ടുപിടിക്കാനായിട്ട് എക്സ്ട്രീം വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് ഉള്ള ടെസ്റ്റുകൾ, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, അതിന്റെ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു. എന്നിട്ട് ജനറലി ഒരു മൾട്ടിവേരിയബിൾ ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തത് ടു വേരിയബിൾ ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഒരു ടു വേരിയബിൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം കണ്ടുപിടിക്കാനായിട്ട്, അത് ലോക്കൽ എക്സ്ട്രീം പോയിന്റ്സ് കണ്ടുപിടിക്കാനായിട്ട് ടെസ്റ്റുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നു. ഫംഗ്ഷന്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം കണ്ടുപിടിക്കുന്നു. അവിടെ എക്സ്ട്രാ കണ്ടീഷൻസ് ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഡൊമെയിനും എന്താ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ ദാറ്റ് വി ഹാവ് അസ്യൂം ദാറ്റ് ദ ഡൊമെയിൻ ഇസ് R cross R. X and Y, both the variables can take all real values എന്ന് എടുത്തിട്ടാണ് under that assumption we have proceeded. ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു സെഷനിലേക്ക് പോകുന്നത് ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിൽ നമ്മൾ അബ്സല്യൂട്ട് മാക്സിമ അല്ലെങ്കിൽ ഫംഗ്ഷന്റെ ഗ്ലോബൽ മാക്സിമം അല്ലെങ്കിൽ ഗ്ലോബൽ മിനിമം കണ്ടുപിടിക്കുകയാണ് ഒരു ടു വേരിയബിൾ ഫംഗ്ഷന്റെ തന്നെ. ബട്ട് ഹിയർ ദ ഡൊമെയിൻ ഇസ് സ്പെസിഫൈഡ്. ആ ഡൊമെയിൻ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് റീജിയൻ ആണ് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ബൗണ്ടറിയിലും കൂടെ നമ്മൾ ഈ ഫംഗ്ഷന്റെ എക്സ്ട്രീം വാല്യൂസ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു സിംഗിൾ വേരിയബിൾ ഫംഗ്ഷന്റെ കേസിൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ y is equal to x square എന്ന് പറയുന്ന ഫംഗ്ഷൻ, f of x is equal to x square എന്നുള്ള ഫംഗ്ഷൻ, അതിന്റെ ഗ്രാഫ് വരച്ചാൽ നിങ്ങൾക്ക് അറിയാം f of x is equal to x square എന്നുള്ള ഫംഗ്ഷന്റെ ഗ്രാഫ് വരച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും x square എന്നുള്ള ഫംഗ്ഷൻ 0 0 1 1 2 4 3 9 അല്ലേ, -1 1 -2 4 -3 9 ഇങ്ങനെ ഒരു പരാബോളയാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ് ഈ ഫംഗ്ഷന്റെ ഇതിങ്ങനെ അൺബൗണ്ടഡ് ആയിട്ട് ഇങ്ങനെ പോവാണ്. ഇഫ് ഇറ്റ് ഇസ് ഡിഫൈൻഡ് ഫോർ ഓൾ റിയൽ വാല്യൂസ് ഓഫ് എക്സ്, ഇതിങ്ങനെ പോവാണ്. ഓക്കെ, ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഇങ്ങനെ പോകുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ് ഇതിങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. ആൻഡ് ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ് ദിസ് ഫംഗ്ഷൻ has a minimum value. The minimum value is 0, which is attained at the point when at x is equal to 0. If this function is f of x equal to x square, since the square of any real number is positive or non-negative, we can say that the minimum value is 0. Minimum value of f is 0 and it is attained at x equal to 0. അതല്ല ഗ്രാഫിൽ നിന്ന് തന്നെയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആണ് മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. 0 0 എന്നുള്ള പോയിന്റ് ആണ് ഇവിടുത്തെ ലോക്കൽ മിനിമം ആയിട്ട് വരുന്നത്. എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിലാണ് ഈ ഫംഗ്ഷൻ മിനിമം അറ്റൈൻ ചെയ്യുന്നത്. അതിനേക്കാൾ ചെറിയ വാല്യൂ ഫംഗ്ഷൻ അസ്യൂം ചെയ്യുന്നില്ല. മാക്സിമം വാല്യൂ നോക്കുകയാണെങ്കിൽ മാക്സിമം വാല്യൂ ഇല്ല, അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ ഒരു അൺബൗണ്ടഡ് എബോവ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. As x takes larger and larger values, f of x also becomes larger and larger. Even negative numbers, if as x tends to minus infinity, also f of x will tend to infinity. അപ്പോൾ f of x ന് maximum value എന്ന് പറയാനായിട്ട് ഒരു maximum value ഇല്ല. It is unbounded above, or you can say that maximum f is infinity and minimum value of f is 0. Okay, but ഇതേ ഫംഗ്ഷൻ തന്നെ suppose I am defining this function. അപ്പോൾ ഇതിന്റെ ഈ ഒരു ഫംഗ്ഷൻ മുഴുവനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഇതിന്റെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഫംഗ്ഷന് ഒരേ ഒരു അല്ലെ ലോക്കൽ എക്സ്ട്രീം പോയിന്റേ ഉള്ളൂ. അൺബൗണ്ടഡ് എബോ ആണ്, അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് എഫ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണെന്ന് പറയാം.
നിൽ എഴുതുന്നതിനേക്കാളും അല്ലേ മാക്സിമം വാല്യൂ ഇല്ല. റിയൽ നമ്പേഴ്സിൽ മാക്സിമം വാല്യൂ ഇല്ല, അല്ലെങ്കിൽ അത് ഇൻഫിനിറ്റി ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇത് നമ്മൾ ഡിഫറൻഷ്യൽ കാൽക്കുലസ് യൂസ് ചെയ്താണ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും, ഗ്രാഫ് അല്ല വരയ്ക്കുക. നമ്മൾ എന്താ ചെയ്യുക, ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ ആണ്. ഓർഡിനറി ഡിഫറൻഷിയേഷൻ എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കണം. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x ആണ്. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 ആവുന്ന എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ദാറ്റ് ഇസ് 0/2 which is 0. This is the critical point. And then we find out the second derivative and we evaluate this second derivative at the critical point. Since it is a constant, it is same as f double dash and 2 തന്നെ ആയിരിക്കും കിട്ടുക. Since it is a positive number, you can say that f has a local minimum at the point at the critical point. So f is minimum, അല്ലെങ്കിൽ f has a local minimum at the extreme point, critical point, which is the critical point x equal to 0 il local minimum ഉണ്ട്. So function ഒരേ ഒരു critical point ഉള്ളൂ. ആ critical point ഒരു local minimum ആണ്. ആ minimum value of f എന്ന് പറയുന്നത് value of f at that critical point or that local minimum which is 0. So f of 0 is 0 square which is 0. ഇങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ കാൽക്കുലസ് യൂസ് ചെയ്തിട്ട് ഈ ഫംഗ്ഷനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. ഇനി ഇതേ ഫംഗ്ഷൻ തന്നെ അസ്യൂം ദാറ്റ് ഇതേ ഫംഗ്ഷൻ തന്നെ സപ്പോസ് ഞാൻ ഒരു ബൗണ്ടഡ് ഡൊമെയിനിൽ ഡിഫൈൻ ചെയ്യാം. സേ ഫോർ എക്സാമ്പിൾ വെറുതെ ഞാൻ പറയാണ് 1 അല്ലെങ്കിൽ -1 എന്നുള്ള ഇന്റർവെല്ലിൽ ഡിഫൈൻ ചെയ്യാണ്. ഓക്കെ, സപ്പോസ് അല്ലെങ്കിൽ -2 3 എന്നുള്ള ഇന്റർവെല്ലിൽ ഡിഫൈൻ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ -2 സപ്പോസ് ഇവിടെയാണ് -2 എങ്കിൽ -2 തുടങ്ങി 3 9 എന്നുള്ള പോയിന്റ് സേ ഇവിടെയാണെന്ന് വിചാരിക്കും. ഇത് 3 -2 തുടങ്ങി 3 വരെയുള്ള ഇന്റർവെല്ലിലാണ് ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതേ ഫംഗ്ഷൻ തന്നെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് തന്നെയുള്ള ഫംഗ്ഷൻ വേർ എക്സ് ഇസ് an element of closed interval -2 3. സോ അതിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എന്താ പ്രത്യേകത, -2 തുടങ്ങി 3 വരെയുള്ള പോയിന്റ്സേ ഉള്ളൂ ഡൊമെയിനിൽ. അപ്പൊ ഗ്രാഫ് ഇവിടം വെച്ച് തീർന്നു. ഒരു ബൗണ്ടഡ് കർവ് ആണ് ഗ്രാഫ് ഓഫ് എഫ്. ഇപ്പുറത്തേക്ക് അൺബൗണ്ടഡ് ആയിട്ടൊന്നും പോകുന്നില്ല, ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ ലോക്കൽ എക്സ്ട്രീം പോയിന്റ്സ് കണ്ടുപിടിക്കാൻ നോക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു. ഫസ്റ്റ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് എഴുതുമ്പോൾ 2x ആണ്. 2x ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ x equal to 0 ആണ്. So x equal to 0 is the only one critical point. And when you find the second derivative, you will get 2. It is positive. So critical point is a local minima. And the minimum value is f of 0, which is 0. Minimum value 0 ആണ്. Maximum value local maximum ഇല്ല. But ഈ ഫംഗ്ഷനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ ശരിക്കും ഇൻഫിനിറ്റി ആണോ, അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഇല്ലേ? മാക്സിമം വാല്യൂ ഉണ്ട്. മാക്സിമം വാല്യൂ ആക്ച്വലി എവിടെയാണ്? എക്സ് ഈക്വൽ ടു 3 ഫംഗ്ഷൻ അറ്റൈൻ ചെയ്യുന്ന വാല്യൂ 9 ആണ്. ആ 9 എന്നുള്ള വാല്യൂ ആണ് ഈ ഡൊമെയിനിൽ ഫംഗ്ഷൻ അറ്റൈൻ ചെയ്യണ ഏറ്റവും വലിയ വാല്യൂ. സോ ഇൻ ദിസ് ഡൊമെയിൻ function has a maximum value which is 9 attained at the point x equal to 3. അത് ലോക്കൽ എക്സ്ട്രീം പോയിന്റ്സിന്റെ ടെസ്റ്റിൽ നിന്ന് ഡിഫറൻഷിയേഷനിലെ ടെസ്റ്റിൽ നിന്ന് കിട്ടിയില്ല. പിന്നെയോ രണ്ടാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആ പോയിന്റ് ഒരു ബൗണ്ടറി പോയിന്റ് ആണ്. ഇത് തന്നെ ഇതേ ഫംഗ്ഷൻ തന്നെ സപ്പോസ് ഞാനത് 2 3 എന്നുള്ള ഇന്റർവെല്ലിലാണ് ഡിഫൈൻ ചെയ്തിരുന്നെങ്കിൽ ഫംഗ്ഷന്റെ ഗ്രാഫ് കുറച്ചും കൂടെ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരും. ഇത്രേ ഉള്ളൂ ഫംഗ്ഷന്റെ ഗ്രാഫ് അല്ലെ. സപ്പോസ് ഈ ഫംഗ്ഷൻ 2 3 തുടങ്ങിയുള്ള ഇന്റർവെല്ലിലാണ് ഡിഫൈൻ ചെയ്തെങ്കിൽ ഫംഗ്ഷന്റെ ഗ്രാഫ് ഇത്രേ ഉള്ളൂ. ഇവിടെ നിന്ന് തുടങ്ങുന്നു, ഇങ്ങനെ വളഞ്ഞു പോയിട്ട് ഇവിടെ വരെ. ഓക്കെ, ആൻഡ് ഇതിന് ലോക്കൽ എക്സ്ട്രീം പോയിന്റ്സ് കണ്ടുപിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ലോക്കൽ എക്സ്ട്രീം പോയിന്റ് x ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഈ ഡൊമെയിനിൽ ഇല്ലാത്ത പോയിന്റ് ആണ്.
സോ ഇതിനകത്ത് ലോക്കൽ മാക്സിമോ ഇല്ല, ലോക്കൽ മിനിമോ ഇല്ല എന്ന് വരും. x ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റ് നമ്മുടെ ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഡൊമൈൻ 2, 3 എന്നാണെങ്കിൽ അതിലില്ല. സോ ലോക്കൽ മാക്സിമോ ലോക്കൽ മിനിമോ ഈ ഡൊമൈനിൽ ഫംഗ്ഷന് ഈ ഡൊമൈനിൽ ലോക്കൽ മാക്സിമോ ലോക്കൽ മിനിമോ ഇല്ല. പക്ഷേ ഈ ഫംഗ്ഷന്റെ അബ്സല്യൂട്ട് മാക്സിമം എന്താണ്? 2, 3 എന്നുള്ള ഇന്റർവെല്ലിൽ നോക്കിയാൽ ഫംഗ്ഷൻ takes the maximum value 9 in this interval and it is assumed at the point x equal to 3. And the minimum value of the function in this interval is 4, which is attained at the point x is equal to 2. So this function has the maximum value 9 and the minimum value 4, but they are not obtained as a local extreme point. പിന്നെ എന്താണത്? They are boundary points. അപ്പോൾ ഒരു ഫംഗ്ഷന്റെ ഒരു ബൗണ്ടഡ് റീജിയനിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ, അപ്പോൾ ഡൊമൈൻ, ഇഫ് ദ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ is a bounded set, then you have to think about the values of the function at the boundary points. എന്താ കാര്യം? The function may have assumed its maximum or minimum value or absolute maximum or absolute minimum value at these boundary points, which you will not get from the derivative tests. Okay, ordinary differentiation അല്ലെങ്കിൽ partial differentiation ടെസ്റ്റുകളിൽ നിന്ന്, ലോക്കൽ എക്സ്ട്രീം പോയിന്റ്സിന്റെ ടെസ്റ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് ആ ബൗണ്ടറി പോയിന്റ്സ് കിട്ടില്ല. ആ ബൗണ്ടറി പോയിന്റ്സിൽ വേണമെങ്കിൽ ഫംഗ്ഷൻ ഒപ്റ്റിമം വാല്യൂ അറ്റൈൻ ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഒരു മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ, ഇൻ പെർട്ടിക്കുലർ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ തന്നിട്ട് അതിനെ ഒരു ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഡൊമൈനിലാണ് ഈ ഫംഗ്ഷൻ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ, ഫൈൻഡ് ദ മാക്സിമം വാല്യൂ ആൻഡ് മിനിമം വാല്യൂ ഓഫ് എ പെർട്ടിക്കുലർ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ ബൗണ്ടഡ് ഡൊമൈൻ. എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഫംഗ്ഷന് interior of the domain, if this function has an optimum value, maximum value or minimum value at some interior point of the domain, അതായത് ഈ ഡൊമൈനിന്റെ ബൗണ്ടറിയിലല്ല ഉള്ളിലുള്ള ഏതെങ്കിലും പോയിന്റ്സിൽ ആണ് ഈ ഫംഗ്ഷൻ ഒപ്റ്റിമം വാല്യൂ അസൈൻ ചെയ്യുന്നതെങ്കിൽ, that point will be an extreme point അല്ലെങ്കിൽ local extreme point of the function and it will be attained at some of the critical points of the function. But the function may attain its optimum value at somewhere on the boundary or corner points of the domain, which you will not get from the critical point test. A critical point ആവണമെന്നില്ല, ബൗണ്ടറിയിൽ വേണമെങ്കിൽ ഫംഗ്ഷൻ ഒപ്റ്റിമം വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ബൗണ്ടഡ് ഡൊമൈനിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷന്റെ ഒപ്റ്റിമം വാല്യൂ കണ്ടുപിടിക്കാൻ നേരം, first of all you try with the method discussed in the partial differentiation, critical point method തന്നെ ചെയ്തിട്ടത്, that will give you the local extreme points if any in the interior of the domain. Then in the next step we have to go through the boundary of the domain and check whether there is any a point at which the function attains its max. ആ ബൗണ്ടറിയിൽ ഏത് പോയിന്റിലാണ് ഫംഗ്ഷന്റെ മാക്സിമം വരുന്നത് അല്ലെങ്കിൽ മിനിമം വരുന്നതെന്ന് നോക്കണം. ഇനി കോർണർ പോയിന്റ്സ് ഓഫ് ദി ഡൊമൈൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കോർണർ പോയിന്റ്സിലും കൂടെ ഫംഗ്ഷന്റെ വാല്യൂസ് നോക്കണം. ഇതെല്ലാം കൂടെ ചെക്ക് ചെയ്തിട്ട് ഇതിൽ ഈ എക്സ്ട്രീം പോയിന്റ്സ്, ലോക്കൽ മാക്സിമംസ് ഏതൊക്കെയാണോ, ലോക്കൽ മാക്സിമ പോയിന്റ്സ് ഏതൊക്കെയാണോ, ആ പോയിന്റ്സ് ഓഫ് ലോക്കൽ മാക്സിമ എല്ലാം നോക്കിയിട്ട് അതിൽ ഏതാണ് വലിയ വാല്യൂ ഫംഗ്ഷൻ അസൈൻ ചെയ്യുന്നത്, ബൗണ്ടറിയിൽ ഏത് വാല്യൂ ആണ് ഫംഗ്ഷൻ ഏറ്റവും കൂടുതലായിട്ട് മാക്സിമം അസ്യൂം ചെയ്യുന്നത്, കോർണർ പോയിന്റ്സിലെ ഫംഗ്ഷൻ വാല്യൂസിൽ ഏതാണ് മാക്സിമം, ഈ എല്ലാം കൂടി നോക്കിയിട്ട് ഇതിൽ ഏറ്റവും മാക്സിമം വാല്യൂ അസ്യൂം ചെയ്യുന്നത് എവിടെയാണോ that value of the function is the maximum, absolute maximum or global maximum of the function, and that point is the global or absolute maxima or point of global maxima എന്ന് പറയുന്നത് ആ മാക്സിമം വാല്യൂ അസൈൻ ചെയ്യുന്ന പോയിന്റ് ആണ്. ഇതേപോലെ തന്നെയാണ് അബ്സല്യൂട്ട് മിനിമം അല്ലെങ്കിൽ ഗ്ലോബൽ മിനിമം കണ്ടുപിടിക്കുന്നത്. ആദ്യം നമ്മൾ ഇന്റീരിയർ പോയിന്റ്സ് ഓഫ് ദി ഡൊമൈനിൽ ചെയ്യുന്നു, പിന്നെ ബൗണ്ടറിയിലും
പെർട്ടിക്കുലർലി കോർണർ പോയിന്റ്സ് ഓഫ് ദ ഡൊമൈൻ ഉണ്ടെങ്കിൽ അതിലും കൂടെ നമ്മൾ മിനിമം വാല്യൂസ് നോക്കിയിട്ട് ഇതിൽ ഏറ്റവും മിനിമം ആവുന്ന പോയിന്റ് ആണ് അബ്സല്യൂട്ട് മിനിമം. ഓക്കെ, അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ നോക്കുക. ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഫോർ ഓൾ എക്സ് ആൻഡ് വൈ, ഫോർ ഓൾ റിയൽ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. പിന്നെയോ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഇൻ എ റീജിയൻ, ട്രയാങ്കുലർ റീജിയൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് എക്സും വൈയും രണ്ട് വേരിയബിൾസ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് എക്സ് ആൻഡ് വൈ ആക്സസ് വേണമെങ്കിൽ നമുക്ക് വരക്കാം. ഇതില് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈൻ ഏതാണ്? എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ വൈ ആക്സസ് തന്നെയാണ്. സോ ദിസ് ഈസ് y axis and it is same as the line x equal to 0. y equal to 0 എന്ന് പറഞ്ഞാൽ x axis ആണ്. ഇനി ഈ രണ്ട് ലൈനും കൂടാതെ y equal to 9 minus x, y equal to 9 minus x അല്ലെങ്കിൽ we can rewrite it as x plus y is equal to 9. x plus y is equal to 9 എന്നുള്ള സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ you will get x intercept എന്ന് പറയുന്നത് 9 0 അല്ല, x equal to 0 എന്ന് കൊടുത്താൽ y equal to 9 എന്ന് കിട്ടും, y equal to 0 എന്ന് കൊടുത്താൽ x equal to 9 എന്ന് കിട്ടും. അപ്പോൾ 0 9 ഉം 9 0 കൂടെ പോയിന്റ്, ഇപ്പോൾ ഈ പോയിന്റ് ഞാൻ 0 9 എന്ന് മാർക്ക് ചെയ്യുവാണെങ്കിൽ അതേ ഡിസ്റ്റൻസിൽ ഇവിടെയുള്ള പോയിന്റ് ആണ് 9 0. ഈ രണ്ട് പോയിന്റ്സിലും കൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ് y x plus y is equal to 9 എന്നുള്ള സ്ട്രെയിറ്റ് ലൈൻ. ഈ മൂന്ന് സ്ട്രെയിറ്റ് ലൈൻസും x equal to 0, y equal to 0 and y equal to 9 minus x, ഈ മൂന്ന് സ്ട്രെയിറ്റ് ലൈൻസും കൂടെ ബൗണ്ട് ചെയ്തിട്ടുള്ള റീജിയൻ ആണ് നമ്മുടെ ഡൊമെയിൻ. y is equal to 9 minus x, ഈ ലൈനും കൂടെ. അപ്പം നമ്മുടെ ഡൊമെയിൻ എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ട്രയാങ്കുലർ പോർഷൻ, അതാണ് ട്രയാങ്കുലർ റീജിയൻ ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് ക്വസ്റ്റനിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ ട്രയാങ്കുലർ റീജിയനിലാണ് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് ഇന്റീരിയർ പോയിന്റ്സ് ഓഫ് ദി ഡൊമൈനിൽ നമ്മൾ ചെക്ക് ചെയ്യും. എക്സ്ട്രീം പോയിന്റ്സിന് വേണ്ടി ചെക്ക് ചെയ്യും. അപ്പോൾ സ്റ്റെപ്പ് 1 we consider the interior points of the domain. Interior pointsൽ എവിടെയെങ്കിലും ഒപ്റ്റിമൽ വാല്യൂ അസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്രിട്ടിക്കൽ പോയിന്റ്സിലായിരിക്കും, അല്ലെങ്കിൽ അതൊരു ലോക്കൽ എക്സ്ട്രീം പോയിന്റ് ആയിരിക്കും. യൂസിങ് ദാറ്റ് റിസൾട്ട് we can check for the second derivative test or local extreme പോയിന്റിന്റെ ടെസ്റ്റുകൾ യൂസ് ചെയ്യാം. അപ്പോൾ ഫംഗ്ഷന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാം. എഫ് എക്സ് ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 2x എന്നല്ല, 2 മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x, 2 മൈനസ് 2x എഫ് എക്സ്. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ത് വരും? 0 പ്ലസ് 0 പ്ലസ് 2y യുടെ ഡെറിവേറ്റീവ് 2 minus y square derivative 2y. Now if you put fx equal to 0 and fy equal to 0, we will get critical points. Okay, so first order partial derivatives kandupidikkunnu, then put it equal to 0, critical points kandupidikkan vendite ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ്സ് കണ്ടുപിടിച്ചു. ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? എഫ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് എഫ് വൈ ഈക്വൽ ടു 0 എന്ന് അസ്യൂം ചെയ്തിട്ട് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ ഫോർ വിച്ച് എഫ് എക്സ് ആൻഡ് എഫ് വൈ ആർ ബോത്ത് 0. 2 minus 2x equal to 0 and 2 minus 2y equal to 0, which means 2x is equal to 2 or x is equal to 1. And 2y equal to 2 means y is also equal to 1. So the critical point is 1 1. X equal to 1 and y equal to 1. So you can write critical point. There is only one critical point and that is 1 1. Okay. Then we have to check for the second derivatives. ഇതിൽ സെക്കൻഡ് ഡെറിവേറ്റീവ്സ് കണ്ടുപിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഈ പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ നോക്കിയാലും മതി. എന്നിട്ട് എല്ലാ ഫംഗ്ഷൻ വാല്യൂസും കൂടെ നോക്കിയാൽ മതി. എന്നാലും നമുക്കൊന്ന് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ചെയ്തേക്കാം. കാരണം ഇത് ഈ ക്രിട്ടിക്കൽ പോയിന്റ് ലോക്കൽ എക്സ്ട്രീം പോയിന്റ് അല്ലെങ്കിലോ വല്ല സാഡിൽ പോയിന്റോ ഇൻഫ്ലെക്ഷൻ പോയിന്റോ എല്ലാം ആണെങ്കിലും നമ്മളത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സോ ദാറ്റ് നമുക്ക് ലോക്കൽ എക്സ്ട്രീം പോയിന്റ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഫോർ ദാറ്റ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ചെക്ക് ചെയ്യുവാണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്താണത്? എഫ് എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് മൈനസ് 2
2 minus 2x ന്റെ ഡെറിവേറ്റീവ് ആണ്. Fy യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y, fy എന്താണ് 2 minus 2y, ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y is again minus 2. Both are negative, same sign. So there is a chance that fx എന്താണ് ഈ പോയിന്റ് ക്രിട്ടിക്കൽ പോയിന്റ് ഒരു ലോക്കൽ മിനിമം ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. For that we have to check the other condition, fxx into fyy greater than fxy square ആണോ എന്നുള്ളത്. fxx into fyy check ചെയ്യുക. fxx എന്താണ് -2 into -2 which is 4. fxy square എന്താണ്, what is fxy? fxy fx is 2 minus 2x and the derivative with respect to y is 0. fxy is 0. So fxy square is 0. fxy square is 0. So clearly this is bigger. So local maximathinte conditions ellam satisfied aanu. Therefore the critical point 1 1 is a local maxima. ലോക്കൽ മാക്സിമം പോയിന്റ് ആണ്, അല്ലെങ്കിൽ ലോക്കൽ മാക്സിമ എന്ന് പറയാം. പിന്നെ ആ ഫംഗ്ഷന്റെ വാല്യൂ കൂടെ ഒന്ന് ആ പോയിന്റിൽ നോക്കാം, അല്ലെങ്കിൽ അവസാനം എഴുതിയാലും മതി. ലോക്കൽ മാക്സിമം പോയിന്റ് മാത്രം കണ്ടുപിടിച്ചിട്ട് അവസാനം നമുക്ക് ഫംഗ്ഷൻ വാല്യൂ നോക്കാം. അപ്പൊ ലോക്കൽ മാക്സിമം ഒരു ലോക്കൽ മാക്സിമം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, അപ്പൊ ഇന്റീരിയർ പോയിന്റ്സിൽ ലോക്കൽ മാക്സിമം ഉണ്ടെങ്കിൽ അത് 1 1 എന്നുള്ള പോയിന്റിലുള്ള ഒരു ലോക്കൽ മാക്സിമം മാത്രമേ ഉള്ളൂ. ഇന്റീരിയർ പോയിന്റിൽ ഫംഗ്ഷൻ ഒപ്റ്റിമം വാല്യൂ അസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇന്റീരിയർ ഓഫ് ദി ഡൊമൈനിൽ ഫംഗ്ഷൻ ഒപ്റ്റിമം വാല്യൂ അല്ലെങ്കിൽ മാക്സിമം മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു മാക്സിമം വാല്യൂ ആണ്, ലോക്കൽ മാക്സിമം വാല്യൂ ആണ്. ഇറ്റ് ഈസ് അറ്റൈൻഡ് അറ്റ് ദ പോയിന്റ് 1 1. മിനിമം വാല്യൂ ആയിട്ട് ലോക്കൽ മിനിമം വാല്യൂസ് ഇല്ല, ലോക്കൽ മിനിമം ഇല്ല ഇന്റീരിയർ ഓഫ് ദ ഡൊമൈനിൽ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബൗണ്ടറി നോക്കണം. ഈ ഫംഗ്ഷന്റെ ഈ ഒരു ഇന്റീരിയർ പോർഷനിൽ എവിടെയെങ്കിലും ഫംഗ്ഷൻ മാക്സിമം മിനിമം അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അസൈൻ ചെയ്തിട്ടുള്ളത് ലോക്കൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 1 എന്നുള്ള പോയിന്റിലാണ്. 1 1 എന്നുള്ള പോയിന്റിലാണ്, ഈ പോയിന്റിലാണ്. വേറെ ഒരു ലോക്കൽ മാക്സിമ അല്ലെങ്കിൽ ലോക്കൽ മിനിമ ഇല്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓരോ ബൗണ്ടറിയിലും ഫംഗ്ഷന്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം ഏത് പോയിന്റിലാണ് അല്ലെങ്കിൽ ഏത് വാല്യൂവിലാണെന്ന് നോക്കണം. ഓക്കെ, സോ നമ്മൾ ഓരോരോ ബൗണ്ടറി ആയിട്ട് എടുക്കുക. ഇവിടെ ഒരു ട്രയാങ്കുലർ റീജിയൻ ആയതുകൊണ്ട് ബൗണ്ടറി എന്ന് പറയുന്നത് 3 ലൈൻ സെഗ്മെന്റ്സ് ആണ് അല്ലെ. അപ്പോൾ നമ്മൾക്ക് ഓരോ ബൗണ്ടറി ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. ബൗണ്ടറി ഓഫ് ദ ഡൊമൈൻ ഏത് ബൗണ്ടറിയാണ് ഞാൻ എടുക്കാൻ പോണേ? ആദ്യം വേണമെങ്കിൽ x = 0 എന്നുള്ള ബൗണ്ടറി എടുക്കാം. x = 0 എന്നുള്ള ബൗണ്ടറിയിൽ, അതായത് y ആക്സിസിൽ ഫംഗ്ഷന്റെ വാല്യൂസ് എനിക്ക് വേണമെങ്കിൽ ഇൻ ടേംസ് ഓഫ് y എഴുതാം. കാരണം എക്സിന്റെ വാല്യൂ ത്രൂ ഔട്ട് ദിസ് ലൈൻ സെഗ്മെന്റ് x വാല്യൂ is 0. സോ ദാറ്റ് യു ക്യാൻ റൈറ്റ് ആ പോയിന്റിന്റെ y കോർഡിനേറ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആ ഫംഗ്ഷൻ വാല്യൂ എഴുതാം അല്ലെ. അപ്പോ on this boundary I can write along the boundary x = 0, along the boundary അല്ലെങ്കിൽ along the line segment x = 0 from the point 0 0 to 0 9 വരെയാണ് ഉള്ളത് ബൗണ്ടറി. And along that boundary I can write f of xy is equal to f of 0y. What is f? F is 2 plus 2x plus 2x is x 0. 2 plus 2x plus 2y plus, so 2 into y, 2y minus x square is 0 minus y square. So this is the value of f along this boundary. And this is a single variable function, so if it has an optimum value, maximum or minimum value, that value can also be determined using the derivative test of ordinary differentiation. f dash f double dash കണ്ടുപിടിച്ചാൽ ഇതിന്റെ മാക്സിമം വാല്യൂ എന്താണെന്ന് അറിയാം, അല്ലെങ്കിൽ ഏത് പോയിന്റിലാണെന്ന് അറിയാം അല്ലെ. മിനിമം വാല്യൂ ഉണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കാം. അപ്പൊ എഫ് ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ എഫ് ഡാഷ് ഓഫ് 0y ആണ് കേട്ടോ. ഒറിജിനൽ എഫിന്റെ ഡെറിവേറ്റീവ് അല്ല. എഫ് ഡാഷ് ഓഫ് 0y എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് കിട്ടും? 2ന്റെ ഡെറിവേറ്റീവ് 0, 2yയുടെ ഡെറിവേറ്റീവ് 2 മൈനസ് y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y. ഇറ്റ് ഇസ് 2 minus 2y.
Now if you put it equal to 0, we can find out the critical points of the single variable function if any. Then we will get 2y is equal to 2, that means y is equal to 1. So y is equal to 1 is the critical point along that boundary, and at that critical point, ഏതാണ് point? X equal to 0 and y equal to 1. At that point, what is the value of f double dash? F double dash of 0y എന്ന് പറയുന്നത് f double dash എന്ന് പറയുന്നത് എന്താ വരിക? 2 minus 2y യുടെ derivative minus 2. It is negative. So that is also a local extreme point of the function along that boundary. ആ ഫംഗ്ഷൻ ആ ബൗണ്ടറിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ബൗണ്ടറിയിൽ മിനിമം ആവുന്ന മാക്സിമം ആവുന്ന പോയിന്റ് y ഈക്വൽ ടു 1 അതായത് 0 1 എന്നുള്ള പോയിന്റിലാണ് ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ അലോങ് ദാറ്റ് ബൗണ്ടറി. അപ്പോൾ 0 1 എന്ന് പറയുന്ന പോയിന്റ് മേ ബി ആൻ എക്സ്ട്രീം പോയിന്റ് ഫോർ ദിസ് ഫംഗ്ഷൻ. നേരത്തെ നമുക്കൊരു പോയിന്റ് കിട്ടിയായിരുന്നു 1 1 അല്ലെ, ഇറ്റ് ഇസ് എ ലോക്കൽ മാക്സിമ. അപ്പൊ നമുക്ക് ഇതൊരു പോയിന്റ് കിട്ടി, ഇപ്പൊ രണ്ടാമതൊരു പോയിന്റ് കിട്ടി. ഇനി അടുത്ത ബൗണ്ടറി നമുക്ക് നോക്കാം. ഏതാണ് അടുത്ത ബൗണ്ടറി? y ഈക്വൽ ടു 0. y ഈക്വൽ ടു 0 എന്നുള്ള ബൗണ്ടറിയിൽ along this boundary you can write function f as a single variable function of x only. What is f? F is f of x with y coordinate 0. That is 2 plus 2x plus 2y is 0, minus x square minus y square is 0. So this is f. And the first derivative is 2 minus 2x, which is 0 when x is equal to 1. So when x is equal to 1, we have the point x equal to 1, y equal to 0 on this line segment. At that point, f double dash is f double dash of 0 1 1 0 എന്ന് പറയുന്നത് എന്താ വരിക? -2. So that is also negative. Negative ആയതുകൊണ്ട് saddle point inflection point ഒന്നും അല്ല. So that this point 1 0 can also be extreme point. Now we have 3 points. 1 അല്ലല്ലോ, 1 x equal to 1, y equal to 0 ആണ്. 1 എഴുതി 1 0 1 0. ഓക്കെ, 3 പോയിന്റ്സ് നമുക്ക് കിട്ടി. ഇനി അടുത്തത് ഒരു ബൗണ്ടറിയും കൂടി ഉണ്ട്. ബൗണ്ടറി ഏതാണ്? ഈ ഒരു ലൈൻ അല്ലേ. അപ്പൊ ഇവിടെ പറഞ്ഞു x equal to 0 നമ്മൾ നോക്കി, y equal to 0 നോക്കി. അത് ഏതായിരുന്നു പോയിന്റ്? 1 0 എന്നുള്ളൊരു പോയിന്റ് ആയിരുന്നു. ഇവിടെ 0 1 എന്നുള്ളൊരു പോയിന്റ് ആയിരുന്നു. ഇനി ഈ ബൗണ്ടറി നോക്കണം. ഏതാണ് ബൗണ്ടറി? y equal to 9 minus x. So along that boundary, what is next boundary? Y equal to 9 minus x. So along that boundary, I can say the function f is a function of, you can write along this boundary the y coordinate can be written as 9 minus x. So we can write the function as a function of x only. എന്താണ് function? 2 plus 2x plus 2y എന്ന് പറഞ്ഞാൽ 2y എന്ന് പറഞ്ഞാൽ 9 minus x minus x square minus y square എന്ന് പറഞ്ഞാൽ 9 minus x ന്റെ square, y square. So you can write it as a function of x only. You may simplify this. This is 2 plus 2x plus 18 minus 2x minus x square minus 81 minus x square minus plus 9 into 2 18x. ഇങ്ങനെ എഴുതാം. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് പോവായിരിക്കും. 2x ഉണ്ട്, minus 2x ഉണ്ട്,
minus x square minus x square. That cut cheyyilla. So you can write this as this is equal to x square minus x square minus x square. Minus 2x square. പിന്നെ എക്സിന്റെ ടേം ഉള്ളത് 18x മാത്രമേ ഉള്ളൂ. സോ പ്ലസ് 18x. പിന്നെ കോൺസ്റ്റന്റ് ടേംസ് 2 പ്ലസ് 18 20 മൈനസ് 81 61 negative 61. So this is this is the function f, and ഇതിന്റെ critical points കണ്ടുപിടിക്കുകയാണെങ്കിൽ what is f dash? F dash on this boundary, f dash is minus 4x plus 18. This is equal to 0 means 4x is equal to 18 or x is equal to 18 by 4 അല്ലെങ്കിൽ 9 by 2. And at this point what is y? Then y is 9 minus x on this boundary. This is 9 minus 9 by 2, which is also 9 by 2. So along this boundary 9 by 2 9 by 2 എന്നുള്ളത് ഒരു critical ആണ്. Then at that point 9 by 2 9 by 2 we can check f double dash. F double dash എന്ന് പറയുമ്പോൾ ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ minus 4 it is negative. So there is a chance that 9 by 2 9 by 2 എന്നുള്ള നമുക്കിപ്പോൾ കിട്ടിയ പോയിന്റും വേണമെങ്കിൽ ഒരു എക്സ്ട്രീം പോയിന്റ് ആവാം. മേ ബി ഇതിലാവാം ഒപ്റ്റിമൽ വാല്യൂ അസൈൻ. അപ്പൊ 4 പോയിന്റ്സ് ആയി ഇപ്പൊ കിട്ടുന്നു. ഇനിയും നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. വേറൊരു പോസിബിലിറ്റിയും കൂടി ഉണ്ട്. ഈ ബൗണ്ടറി ഇന്റീരിയർ പോയിന്റ് നോക്കി ബൗണ്ടറി നോക്കി ഇനിയും ഉണ്ട് ഒരു പോസിബിൾ ആയിട്ടുള്ള കോർണർ പോയിന്റ്സ് ഉണ്ടെങ്കിൽ കോർണർ പോയിന്റ്സിലും കൂടെ ചിലപ്പോൾ എക്സ്ട്രീം വാല്യൂ അവിടെ വല്ലയിടത്താണെങ്കിൽ അതും ഈ പറയുന്ന ലോക്കൽ എക്സ്ട്രീമയുടെ ടെസ്റ്റുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ ഈ 3 കോർണേഴ്സും കൂടെ ഒന്ന് സ്റ്റെപ്പ് 3 കോർണർ പോയിന്റ്സ് ഓഫ് ദ ഡൊമെയിൻ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പില് സ്റ്റെപ്പ് 3 എന്താണ് ചെയ്യേണ്ടത്? ഡൊമെയിനിന്റെ കോർണർ പോയിന്റ്സ് ഏതൊക്കെയാണ് ഇവിടുത്തെ കോർണർ പോയിന്റ്സ്? ആ ഡൊമെയിനിലേക്ക് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ഏതൊക്കെയാണ് കോർണർ പോയിന്റ്സ് എന്ന്. ഒന്ന് ഈ പോയിന്റ്, ഇത് ഏതാണ് പോയിന്റ്? ഒറിജിൻ ആണ് 0 0. പിന്നെ ദാ ഈ പോയിന്റ്, ദിസ് ഇസ് 0 9 and this is 9 0 0 0 0 9 and 9 0. ഈ 3 പോയിന്റിലും കൂടെ നമുക്കൊന്ന് 0 0 0 9 and 9 0. ഇതാണ് വേറെ 3 പോയിന്റ്സ്. ഇതും വേണമെങ്കിൽ എക്സ്ട്രീം പോയിന്റ്സ് ആവാം. അപ്പൊ ഈ പോയിന്റ്സിൽ ഇത്രയും പോയിന്റ്സ് നമുക്ക് കിട്ടിയല്ലേ? ഈ പറയുന്ന എല്ലാ പോയിന്റ്സിലെയും ഫംഗ്ഷന്റെ വാല്യൂസ് ആണ് ഇനി ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഏതൊക്കെ പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടിയത്? ആദ്യം കിട്ടിയത് ഇന്റീരിയർ പോയിന്റ്സിൽ 1 1 1 1 0 1 1 0 9 by 2 9 by 2 0 0 0 9 9 0. ഇത് ഈ പറയുന്ന എല്ലാ പോയിന്റ്സിലും ഫംഗ്ഷന്റെ വാല്യൂസ് ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ കുറച്ച് പോയിന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ക്രിട്ടിക്കൽ ആയിട്ടുള്ള. ആ പോയിന്റ്സിലുള്ള ഫംഗ്ഷൻ വാല്യൂസ് നമുക്ക് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഇവാലുവേറ്റ് ചെയ്യണം. ഫംഗ്ഷൻ 2 + 2x + 2y - x² - y² എന്നുള്ള ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷന്റെ വാല്യൂസ് ഒന്ന് നോക്കണം. അപ്പൊ ഏതൊക്കെ പോയിന്റ്സ് നമുക്ക് കിട്ടിയത്? കോർണർ പോയിന്റ്സ് ഏറ്റവും ആദ്യം കിട്ടിയത് 1 1 എന്നുള്ള പോയിന്റ് ആണ് ഇന്റീരിയർ പോയിന്റിൽ. പിന്നെ നമുക്ക് കിട്ടിയ പോയിന്റ് along the boundary x = 0 we get 0 1. Along the boundary y = 0 we get 1 0. 9 - x y = 9 - x എന്നുള്ള ബൗണ്ടറിയിൽ we get 9 by 2 9 by 2. പിന്നെ കോർണർ പോയിന്റ്സ് ആയിട്ട് നമുക്ക് കിട്ടിയത് ഒറിജിൻ, പിന്നെ 0 9 and 9 0. ഇത്രയും പോയിന്റ്സ് ആണ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പോയിന്റ്സ്. ഈ പോയിന്റ്സിലുള്ള ഫംഗ്ഷൻ വാല്യൂസിൽ ഏതാണോ വലുത് അതായിരിക്കും ഫംഗ്ഷന്റെ വലിയ വാല്യൂ, ഏറ്റവും വലിയ വാല്യൂ, അബ്സല്യൂട്ട് മാക്സിമം. ഈ പോയിന്റ്സിൽ ഏത് പോയിന്റിലാണോ ഫംഗ്ഷന്റെ ഏറ്റവും ചെറിയ വാല്യൂ വന്നിരിക്കുന്നത് that will be the global or absolute minimum value of the function. അപ്പോൾ ഈ പോയിന്റ്സിലൊക്കെ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്. വാല്യൂ ഓഫ് f at 1 1 ഒന്ന് ആലോചിച്ച് നോക്കി കണ്ടുപിടിക്കാൻ.
At 1, 1, function value is 2 plus 2x means 2 plus 2y means 2 minus x square means 1. Okay. Y square means 1. Okay. So we will get 2, 2, 2. Okay. 430. So this is 4. Function value at 1, 1 is 4. Now next point is 0, 1. Function value at 0, 1 is 2 plus 2x is 0 plus 2y is 2 minus x square is 0 minus y square is 1 square is 1. So we get 4 minus 1 which is 3. Next point is 1, 0. Same value in a function value at 1, 0. Since this function is a symmetric function, you will get 2 plus 2x plus 2y 0 minus x square is 1 minus y square is 0. You get the same point 4 minus 3, 1 which is 3 value, same value. Now 9 by 2 nulla point function value is 2 plus 2x is 9 plus 2y is 9 minus x square means 81 by 4 minus y square means 81 by 4. So you can write it as 18 plus 2 20 minus 81 by 2 40 minus 81 divided by 2 or negative 41 divided by 2. This is the value at 9 by 2, 9 by 2. Now at origin the function value f of 0, 0, 2 plus 2x plus 2y minus x square minus y square. You get 2 function value at 0, 9, 2 plus 2x plus 2y minus x square minus y square. You get 20 minus 81 minus 61. Function value at 90, 2x, 2 plus 2x plus 2y minus x square minus y square. Again minus 61. So these are the values of the function. ഇതിൽ ഏറ്റവും വലിയ വാല്യൂ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണ്? ഏറ്റവും വലിയ വാല്യൂ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വാല്യൂസ് ആകെ കൂടെ 2, 3 and 4 ആണുള്ളത്. അതിൽ ഏറ്റവും വലിയ വാല്യൂ 4 ആണ്. And it is attained at the point 1, 1. So our local extreme point ആയിട്ടുള്ള 1, 1 എന്നുള്ള പോയിന്റ് തന്നെയാണ് നമ്മുടെ absolute maximum. ഫംഗ്ഷന്റെ absolute maximum എന്ന് പറയുന്നത് this is the maximum. And absolute minimum എന്ന് പറഞ്ഞാൽ ഏതാണ്? ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് minus 61 ആണ്. minus 41 by 2 ചെറുതാണ്. അത് രണ്ട് പോയിന്റ്സിൽ അസ്യൂം ചെയ്യുന്നുണ്ട്, 09-ലും 90-ലും. അപ്പോൾ ലോക്കൽ മിനിമ എന്ന് പറയുന്നത് അല്ല അബ്സല്യൂട്ട് മിനിമം എന്ന് പറയുന്നത് minimum value എന്ന് പറയുന്നത് minus 61 it is attained at 90 and 09. You can write absolute or global maximum of f is maximum value of f is 4 at the point 1, 1 and absolute minimum value of f is negative 61 which is attained at the point 0, 9 and 90. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബൗണ്ടഡ് ഡൊമെയിനിൽ ഫംഗ്ഷനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്.